നെന്മാറ പോത്തുണ്ടിയിൽ ഇരട്ട കൊലപാതകത്തിന് ശേഷം പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ഥലത്ത് പ്രതിഷേധം നടക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഇപ്പോൾ ചെന്താമരയുമായി പോലീസ് സംഘം എത്തിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരും ഒപ്പം പോലീസും മാത്രമാണ് തെളിവെടുപ്പിൽ ഉള്ളത്. ചെന്താമര ഈ കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി വെട്ടുകത്തി കാത്തിരുന്ന സ്ഥലം, അത് ഉപേക്ഷിച്ച സ്ഥലം എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് പോലീസ് നടത്തി കഴിഞ്ഞു. അതിനുശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഗോകുൽ, MS ലിഷോയ് എന്നിവർ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, എങ്ങനെ പുരോഗമിക്കുന്നു തെളിവെടുപ്പ്? നടത്തുകയാണ്. ഏതു വഴിയാണ് പോയത്, എങ്ങനെയാണ് കാട്ടിലേക്ക് കടന്നത്, അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇയാളിൽ നിന്ന് പോലീസ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വഴിയിൽ കാലിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇയാളെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഏതു വഴിയാണ് പോയത്, എങ്ങനെയാണ് വന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് പൂർണ്ണമായും തന്നെ പോലീസ് ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ പരിശോധനയും ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഈ ഭാഗത്തേക്കൊക്കെ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളെയൊക്കെ തുടർന്ന് അത്തരത്തിലുള്ളൊരു പരിശോധന കൂടി, സുരക്ഷ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാടത്തിന് സമീപത്തോടു കൂടിയാണ് ഇയാൾ പോയത്. ആ വഴിയിൽ എത്തിച്ച് ഇയാളെ തെളിവെടുപ്പ് നടത്തുകയാണ്. ഏതു വഴിയാണ് രക്ഷപ്പെട്ടത്, ഏതു വഴിയാണ് വനമേഖലയിലേക്ക് കടന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കേസിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇയാളെ കസ്റ്റഡിയിൽ പോലീസിന് അനുവദിച്ചിട്ടുള്ളൂ. നാളെ വൈകിട്ട് 3 മണി വരെ മാത്രമേ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് ശക്തമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. പഴുതടച്ച് തന്നെ ഓരോ തെളിവുകളും കോർത്തിണക്കേണ്ടതുണ്ട്. അപ്പോൾ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ അല്ലെങ്കിൽ കോടതിയിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത രീതിയിൽ ഈ കേസ് കോടതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിനു വേണ്ടി ഇത്തരത്തിലൊരു ശക്തമായ തെളിവെടുപ്പ് നടത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് ഏതു വഴിയാണ് രക്ഷപ്പെട്ടത്, ഏതു വഴി എങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ ആണ് വിവരങ്ങൾ നൽകിയത്. നാളെ വൈകിട്ട് 3 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അതിനു മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് പോലീസിന് ഏറ്റവും വലിയ ആശങ്ക പ്രദേശവാസികൾ പ്രതിഷേധവുമായി വരുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ നിലവിൽ തെളിവെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ആ മേഖല മുഴുവൻ.